നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ലൈഫ് ഇസ് ഗുഡ് നൽകുന്ന ഒരു സ്കോളർഷിപ്പ്. അതായത് നമുക്കറിയാവുന്ന നമ്മുടെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CSR ഇനീഷ്യേറ്റീവിൽ നിന്ന് അവർ തരുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്കോളർഷിപ്പ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനാണ് ലഭിക്കുക. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അവരുടെ ഫീസിന്റെ 50% എമൗണ്ടോ അതല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെയോ ലഭിക്കും. ഏതാണോ കുറവ് അതാണ് ലഭിക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഫീസിന്റെ 50%ഓ അതല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെയോ ലഭിക്കും. ഇതിലും ഏതാണോ കുറവുള്ളത് അതാണ് ലഭിക്കുക. ഇനി നിങ്ങൾ ഫീസ് അടയ്ക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഫീസ് ഇല്ലാത്തൊരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 8 ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും. അപ്പോൾ ലഭിക്കുന്ന എമൗണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 50,000 രൂപയും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 1 ലക്ഷം രൂപയും ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. വേറൊരു പ്രത്യേകത ഈ സ്കോളർഷിപ്പിനുള്ളത്, ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവര് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി പറയുന്നത് ഏതെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സിന്റെ ഏത് വർഷം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പല സ്കോളർഷിപ്പുകളിലും അങ്ങനെയാണ്. നിങ്ങൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ഏത് ഇയർ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷൻ ഉള്ളത്, നിങ്ങൾ അതിന്റെ തൊട്ട് മുന്നിലത്തെ ഇയർ, അതായത് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ ആണ് ചേർന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്കിൽ കൂടുതൽ ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ആണ് പഠിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുന്നിലത്തെ ഇയറിൽ നിങ്ങൾക്ക് 60% മാർക്സ് ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷന് 60% മാർക്കെങ്കിലും നേടിയിരിക്കണം. ഇതൊരു പാൻ ഇന്ത്യ സ്കോളർഷിപ്പ് ആണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇവർ കുറച്ച് സ്പെസിഫിക് കോളേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് ഏതൊക്കെ കോളേജുകളാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്ലാസ് 12ന്റെ മാർക്ക് ഷീറ്റ്. നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ചെയ്യുന്നതെങ്കിൽ, അതല്ല നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആണെങ്കിൽ അതനുസരിച്ചുള്ള മാർക്ക് ഷീറ്റ്. ഇത് കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെ മാർക്ക് ലിസ്റ്റ്. ഇത് കൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങളുടെ സാലറി സ്ലിപ്പ് ആവാം, ഇൻകം ടാക്സ് റിട്ടേണിന്റെ സ്റ്റേറ്റ്മെന്റ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ BPL റേഷൻ കാർഡ് ആവാം, അതല്ലെങ്കിൽ സാലറിയുടെ ക്ലാസ് പീപ്പിളിനാണെങ്കിൽ ഫോം 16 ആവാം, തഹസിൽദാരുടെ നിന്നോ പഞ്ചായത്തിൽ നിന്നോ നിങ്ങൾ വാങ്ങിയ ഒരു ഇൻകം സർട്ടിഫിക്കറ്റും ആവാം. അടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കോളേജിൽ നിങ്ങളെ അഡ്മിഷൻ എടുത്തതിന്റെ പ്രൂഫും അതുകൂടാതെ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചറുമാണ്. പ്രൂഫ് ഓഫ് അഡ്മിഷൻ ആയിട്ട് നിങ്ങൾക്ക് കോളേജിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ ID കാർഡ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫീസ് റെമിറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം. അടുത്ത വേണ്ടത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങുന്ന ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അടുത്ത വേണ്ട ഒരു ഫോട്ടോഗ്രാഫും പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആണ്. അത് ആരുടെ പേരിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് December 31 ആണ്. കേരളത്തിൽ നിന്ന് ഇവർ 2 കോളേജുകളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. നിർമ്മല കോളേജ് ഓഫ് ഫാർമസി മൂവാറ്റുപുഴ, അതുകൂടാതെ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. ഇത് കൂടാതെ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും പല കോളേജുകളും ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തായിട്ട്, അതായത് കർണാടകത്തിലും തമിഴ്നാട്ടിലെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുന്ന പല വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇതിന്റെ ലിസ്റ്റ് ഓഫ് കോളേജസ് എന്ന് നിങ്ങൾ ഇതിന്റെ വെബ്സൈറ്റ് ആയ ബഡ്ഡി ഫോർ സ്റ്റഡിയിൽ നോക്കിയാൽ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കോളേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതിന്റെ പേജിൽ കയറി കഴിയുമ്പോൾ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട. ആദ്യം നിങ്ങൾ ബഡ്ഡി ഫോർ സ്റ്റഡിയിൽ രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങളുടെ ഇമെയിൽ ID അതുകൂടാതെ ടെലിഫോൺ നമ്പറും അതല്ലെങ്കിൽ Gmail അക്കൗണ്ട് വഴിയോ നിങ്ങൾക്ക് ഈ ബഡ്ഡി ഫോർ സ്റ്റഡിയിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്ലൈ നൗവിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കാണാം. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും
അക്കാഡമിക് ഇൻഫർമേഷനും അതുകൂടാതെ നെസസറി ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പ്രിവ്യൂ കാണാം. പ്രിവ്യൂവിലെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ഈ എമൗണ്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ LG നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനായിട്ട്. ഇതിന്റെ ഡെഡ് ലൈൻ 31 ഡിസംബർ ആണ്. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.